ആത്മാഭിമാനം വാനോളം ആദ്യ മലയാളി ബഹിരാകാശ യാത്രികൻ ഡോക്ടർ അനിൽ മേനോൻ ബഹിരാകാശ നിലയത്തിലെത്തി. ഒറ്റപ്പാലത്ത് വേരുകളുള്ള ഡോക്ടർ അനിൽ ഉൾപ്പെടുന്ന സംഘത്തിന്റെ സൊയൂസ് MS-29 ബഹിരാകാശ പേടകം ഇന്നലെ രാത്രി 11:26 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്തത്. ഇന്ന് പുലർച്ചെ 1:30 അനിൽ മേനോനും സഹയാത്രികരും അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ പ്രവേശിച്ചു. കസഖ്സ്ഥാനിലെ ബൈക്കനൂർ ബഹിരാകാശ നിലയത്തിൽ നിന്ന് ഇന്നലെ രാത്രി 8:17 സോയൂസ് MS-29 പേടകം വിക്ഷേപിച്ചത്. മലയാളിയായ അനിൽ മേനോൻ, പ്യോത്തർ ഡുബ്രോവ്, അന്ന കിക്കിന തുടങ്ങിയ ബഹിരാകാശ യാത്രികർ പേടകത്തിൽ ദൗത്യത്തിനായി തിരിച്ചു. ആദ്യമായി ബഹിരാകാശത്തെത്തുന്ന മലയാളിയാണ് ഡോക്ടർ അനിൽ മേനോൻ. ഇന്നലെ രാത്രി കൃത്യം 11:26 ബഹിരാകാശ പേടകം സോയൂസ് MS-29 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ ഡോക്ക് ചെയ്തു. ഇന്ന് പുലർച്ചെ അനിൽ മേനോൻ ഉൾപ്പെടുന്ന സംഘം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് പ്രവേശിക്കുന്ന ഹാച്ചിങ് നടന്നു. മൂന്ന് മണിക്കൂർ യാത്രയ്ക്ക് ശേഷമാണ് പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഡോക്ക് ചെയ്തത്. 8 മാസം അനിലും സംഘവും ബഹിരാകാശ നിലയത്തിൽ തുടരും. 2027 ഏപ്രിൽ 1 ഇവർ തിരിച്ചെത്തുക. മൈക്രോഗ്രാവിറ്റി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിലായിരിക്കും ഡോക്ടർ അനിൽ മേനോൻ ബഹിരാകാശത്ത് പരീക്ഷണങ്ങൾ നടത്തുക. സ്പേസ് എക്സിന്റെ ആദ്യത്തെ ഫ്ലൈറ്റ് സർജനും മെഡിക്കൽ ഡയറക്ടറുമായിരുന്നു അനിൽ മേനോൻ. US വ്യോമസേനയിൽ കേണലായും സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. സയൻസ് ഡെസ്ക്, ജനം.